ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അടി കഴിഞ്ഞതേ ഉള്ളൂ. ഭയാനകം എന്ന് പറഞ്ഞെങ്കിലും അത്ര ഭയാനകമൊന്നും അല്ല. പക്ഷേ ഒരു വഴക്ക് കഴിഞ്ഞു. സംഭവം നമ്മുടെ അനീഷും ഷാനവാസും കൂടിയാണ്. അപ്പോൾ അതിനേക്കാളും രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് ഷാനവാസിനെ എഗെയിൻസ്റ്റായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള പ്രധാന വാതിൽ തുറന്നു കൊടുക്കുന്നതിനായിട്ട് അനീഷ് നമ്മുടെ ഷാനവാസിന് വേണ്ടി വോട്ട് ചെയ്തു. ശരിക്കും ഇതിനെതിരെ പല ആളുകളും പറയുന്നുണ്ട്, ഇയാൾ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ പറയുന്നവരടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, അവരുടെ ലക്ഷ്യം ഇവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഈ ഒരു വീട്ടിൽ നിന്നും പുറത്ത് പോയതിന് ശേഷം അവരൊക്കെ നന്നായിട്ട് നല്ല ഫ്രണ്ട്സായിട്ട് തുടരുന്നെങ്കിൽ തുടരട്ടെ. ഇവിടെ എല്ലാ മത്സരാർത്ഥികളുടെയും ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, കപ്പടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഷാനവാസ് പറയുകയാണ്, അനീഷിനാണ് ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു സീസൺ 7 ഏറ്റവും കൂടുതൽ PR ഉള്ളത് എന്നാണ് നമ്മുടെ ഷാനവാസിൻ്റെ ഭാഷ്യം. അതേസമയം ബിന്നിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് വെച്ചാൽ, ബിന്നി പറയുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും അധികം PR വർക്ക് നടത്തുന്നത് അനുമോളുടെ ഫാൻസ് ആണെന്നാണ് പറയുന്നത്. അനുമോൾ 16 ലക്ഷം രൂപയ്ക്ക് PR വർക്കേഴ്സിനെ ഏൽപ്പിച്ചിട്ടാണ് അകത്തേക്ക് വന്നതെന്നും 50,000 രൂപ അഡ്വാൻസ് ആയിട്ട് അനുമോൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് നമ്മുടെ ബിന്നി പറയുന്നത്. എനിക്ക് തോന്നുന്നു ബിന്നിയുടെ ഹസ്ബൻഡായിട്ടുള്ള ന്യൂബിൻ വന്നപ്പോൾ പടച്ചിറക്കി കൊടുത്തതായിരിക്കും ഈ ഒരു വാക്ക്. അല്ലാണ്ട് പിന്നെ ബിഗ് ബോസ് വീടിനുള്ളിൽ കിടക്കുന്ന ബിന്നി എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുക? നമ്മൾ പുറത്തിരുന്നിട്ട് ഡെയിലി വീഡിയോകൾ ഇടുകയും കാണുകയൊക്കെ ചെയ്തിട്ട് ഒരു നമുക്ക് ഇതേക്കുറിച്ചിട്ടൊന്നും അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്തായാലും ബിന്നിക്കും ഷാനവാസിനും ഈ രണ്ട് കാര്യങ്ങളും അറിയാൻ സാധിച്ചു. എന്തായാലും PR വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ PR വർക്ക് ഉണ്ട്. അത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതായത് ഈ PR വർക്കേഴ്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, അവർ ആടിനെ പട്ടിയാക്കും. പട്ടിയെ ഏതാണ്ടൊക്കെ ആയിട്ട് അവസാനം അടിച്ച് തല്ലി കൊല്ലൂലേ, ഇതേ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്നിട്ട് PR വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കപ്പടിക്കാനൊന്നും പോകുന്നില്ല. അവരോര് ശ്രമിക്കണം, അവരോര് നന്നായിട്ട് ഗെയിം ചെയ്യണം, എന്നാൽ മാത്രമേ കപ്പടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ രേണുസുതിയാണ്. രേണുസുതിക്ക് പുറത്ത് നല്ല PR വർക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, രേണുസുതിക്ക് ഒരുപാട് ഫാൻസും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അവർക്ക് ഒരുപാട് ഫാൻസും PRകളൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് രേണുസുതി ബിഗ് ബോസ് വീടിനുള്ളിൽ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ശവാസനത്തിൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം, അതല്ലെങ്കിൽ പേയും പറക്കി കൊല്ലുന്നത് കാണാം. ഇതൊക്കെയാണ് രേണുസുതിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ ഗെയിം എന്നൊക്കെ പറയാം. കാരണം പുള്ളിക്കാരത്തി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ പറഞ്ഞത് അതൊക്കെ പുള്ളിക്കാരത്തിയുടെ ഗെയിം ആയിരുന്നു എന്നാണ്. എന്തല്ലേ? അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്ക് PR വർക്കേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇനി ഈ അനുമോൾ 16 ലക്ഷം രൂപയ്ക്ക് PR വർക്കേഴ്സിനെ നിർത്തിയെങ്കിൽ രേണുസുതി 25 ലക്ഷം രൂപയ്ക്ക് നിർത്തിയാൽ പോലും രേണുസുതി കപ്പടിക്കത്തില്ല. കാരണം അത് കാണുന്ന പ്രേക്ഷകർ കൂടി തോന്നണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ PR വർക്കേഴ്സ് ഉണ്ടെങ്കിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വീക്കെൻഡ് ഇങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് പെട്ടെന്നൊന്നും ഔട്ടാവാതെ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ മാത്രം സാധിക്കും. അല്ലാണ്ട് അവർക്കൊന്നും കപ്പൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ വിചാരിച്ച് കഷ്ടപ്പെട്ട് കളിച്ചാൽ മാത്രമേ കപ്പടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, PR വർക്കേഴ്സിന് വേണമെങ്കിൽ ഒരു കപ്പ് കൊടുക്കാം. ബിഗ് ബോസ് വീട്ടിൽ നിന്നും വരുന്ന സമയത്ത് കടയിൽ നിന്നും 10-15 രൂപ കൊടുത്തൊരു കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതേ നടക്കുകയുള്ളൂ. അല്ലാണ്ട് കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.